വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യപ്പെട്ട ചാനൽ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. നമ്മളിന്ന് ഔട്ട്ഡോർ ഷൂട്ടിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നൊരു ചെറിയ കുക്കിംഗ് ആണ്. കപ്പ പുഴുങ്ങിയത്, അതുപോലെ തന്നെ നല്ല മുളകിട്ട മീൻ കറിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നാടൻ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കടുകിടാം. കടുകിട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇടാം. നമുക്ക് കരിയാപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി അരിഞ്ഞത് നമുക്കത് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ പച്ചമുളക്, 2-3 കീറിയ പച്ചമുളക് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളി ഇപ്പം നല്ലപോലെ വാടി ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് നല്ലപോലെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്ന വരെ നമ്മൾ വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇടാം. തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് നല്ല രീതിയിലൊന്ന് ആയി വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വഴണ്ട് വരണം. നമുക്ക് കുറച്ച് നേരം ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ട് ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇത് കാശ്മീരി മുളക് പൊടിയാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന പോലെ നമ്മൾ ഇളക്കി കൊടുക്കുക. നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം മുളക് പൊടിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പുളി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ മൂടി വെച്ച് തിളയ്ക്കുന്നവരെ മൂടി വയ്ക്കുക.
ഇത് നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കലവ എന്ന് പറയും. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ചെങ്കലവ എന്ന് പറയും, ചോപ്പൻ കോര എന്ന് പറയും, അതേപോലെ തന്നെ പുതിയാപ്പിള കോര എന്നൊക്കെ പറയും. നല്ല ടേസ്റ്റാണ് ഈ മീൻ. നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. മീനൊക്കെ നല്ല വെന്തിട്ടുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം, പച്ച വെളിച്ചെണ്ണ. അതേപോലെ തന്നെ കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുക്കാം. 5 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. മീൻകറിയും കപ്പയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നല്ല സൂപ്പർ മണം അല്ലേ? എത്ര ടേസ്റ്റായിട്ട്, അത്ര ടേസ്റ്റാണ്. അടിപൊളി, സൂപ്പർ. കഴിക്ക്. നല്ല അടിപൊളി, സൂപ്പർ. ഇതാണൊരു കറി 2 വർഷം കിടങ്ങി ആദ്യമായിട്ടാണ് കൂട്ടുന്നത്. ഇത് ഷാപ്പിലെ കറി തന്നെയാണ്. എരിയെന്ന് വെച്ചാൽ സൂപ്പർ വൈബാണ്, ഒരു രക്ഷയില്ല.